അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇസ്ലാം ഇന്ന് ലോകത്ത് ദ്രുതഗതിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് ബുദ്ധിജീവികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മുസ്ലിംകളായ നമ്മെ കണ്ടിട്ടല്ല, മറിച്ച് ഇസ്ലാമിനെ കുറിച്ച് സമഗ്രമായി പഠനം നടത്തിയിട്ടാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് ഇന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ചില വ്യാജസിദ്ധന്മാർ. ഫാത്തിഹ ഹർഫ് തിരുത്തി ഓതാൻ പോലും അറിയാത്ത, അറബി അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ചില ആളുകൾ പണ്ഡിതന്മാരുടെ വേഷം ധരിച്ച്, പച്ചത്തലപ്പാവുമൊക്കെ ധരിച്ച് മജ്ലിസുകൾ ഉണ്ടാക്കി ജനങ്ങളെ ആത്മീയ ചികിത്സ എന്ന പേരിൽ ചൂഷണം ചെയ്യുന്ന ചില ആളുകൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവരെ സഹായിക്കാൻ ചില മുസ്ലിയാക്കന്മാരുണ്ട് എന്നതും വളരെ വേദനാജനകമാണ്. അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ എന്താണ്? ജനങ്ങളെ വളരെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അവരിൽ നിന്ന് കണ്ടുവരുന്നത്. ഞാൻ ഓർത്തു പോകുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദറസിൽ ഓതുന്ന സമയത്ത് ആ നാട്ടിലുള്ള രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ആ നാട്ടിൽ ഒരു സ്ത്രീയുണ്ട്, അവർ വലിയ ചികിത്സ നടത്തുന്നുണ്ട്, അത് ഹക്കായ രീതിയിലുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി രണ്ട് ചെറുപ്പക്കാർ ഞങ്ങളെ സമീപിച്ചു. ഞാനും എൻ്റെ സുഹൃത്തായ ഒരു ഉസ്താദും കൂടി അവരുടെ കൂടെ പോയി മുസ്ലിയാക്കന്മാരുടെ വേഷമൊക്കെ മാറ്റി സാധാരണക്കാരെ പോലെ ഞങ്ങൾ അവിടെ ചെന്നു. ആ വീടിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്, ചെല്ലുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി വലിയ സൗകര്യമൊരുക്കിയിട്ടുണ്ട്, വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്? പരിശോധനാ സമയം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, കാണാൻ വന്നതാണോ? ഞങ്ങൾ പറഞ്ഞു അതെ. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അകത്തേക്ക് വരാൻ പറഞ്ഞു. അനുവാദം കിട്ടി. ഞങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കസേരയിൽ പർദ്ദയിട്ടൊരു സ്ത്രീ ഇരിപ്പുണ്ട്, താഴെ ഒരു പായ വിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്നു. അവർ വളരെ ഗൗരവത്തിൽ ഞങ്ങളോട് ചോദിച്ചു, എന്താണ് വന്നതിന്റെ ഉദ്ദേശം? ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ മഹാനായ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിനും മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ബീമാ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുമൊക്കെ വല്ലപ്പോഴും ഒരു ഫാത്തിഹ ഓതുന്നവരാണ്. അവരൊക്കെ ഇവിടെ വന്നു പോകുന്നു എന്നറിഞ്ഞു, അവരെ ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, ഇവിടെ വരുന്നത് അവരാരുമല്ല, മറിച്ച് ഏർവാടിയിലെയും ഭീമാപ്പള്ളിയിലെയും ആൾക്കാരാണ്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഇവർക്ക് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പോലും അറിയില്ല. ഭീമാപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഭീമാ ബീവി റളിയല്ലാഹു അൻഹയുടെയും പേര് പോലും അറിയില്ല. അത്രത്തോളം പടുജാഹിലീങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവരോട് ചോദിച്ചു, ജീവിതകാലത്ത് അന്യ സ്ത്രീകളുടെ മുഖത്തു പോലും നോക്കാത്ത ഈ മഹാന്മാരായ ഔലിയാക്കൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നത്? പെട്ടെന്ന് തന്നെ അവർ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവർക്ക് മനസ്സിലായി ഞങ്ങൾ അവരെ പരീക്ഷിക്കാൻ ചെന്നതാണെന്ന് മനസ്സിലായി. അവർ അകത്തേക്ക് നോക്കി വളരെ ഉച്ചത്തിൽ വിളിച്ചു, എടാ സാലി എന്ന് അവരുടെ ഭർത്താവിനെയാണ് വിളിച്ചത്. അങ്ങനെ ഭർത്താവ് വന്നു. ഞങ്ങളുടെ കൂടെ വന്ന രണ്ട് ചെറുപ്പക്കാർ, അവർ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്നവരാണ്. അവരും ഇടപെട്ടു. അങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വന്നു. നേരെ ഞങ്ങളുടെ ഖത്തീബും മുദരിസും ഞങ്ങളുടെ ഉസ്താദുമായ അഭിമന്യരായ ഉസ്താദ് അവരുടെ റൂമിൽ ചെന്നു. കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് പെട്ടെന്ന് തന്നെ മഹല്ല് പ്രസിഡന്റിനെ വിളിച്ചു. പ്രസിഡന്റിനോട് പറഞ്ഞു, ഞാൻ ഖത്തീബായിരിക്കുന്ന ഈ മഹല്ലിൽ ഇത്തരം പരിപാടികൾ നടക്കാൻ പാടില്ല, അതുകൊണ്ട് ഉടനെ തന്നെ നടപടിയെടുക്കണം. അങ്ങനെ പ്രസിഡന്റ് ആ വീട്ടുകാരെ വിളിച്ചു വരുത്തി.
അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ അവിടെ അന്ന് ആ പരിപാടി നിർത്തിച്ചത് ഞാൻ ഓർത്തു പോകുകയാണ്. ഇത്തരത്തിലുള്ള പടുജാഹിലീങ്ങളായ ചില ആളുകളാണ് ആത്മീയ ചികിത്സയുമായി ഇന്ന് ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. പണ്ഡിതന്മാരുടെ വേഷം ധരിച്ച് പച്ച തലപ്പാവുമൊക്കെ ധരിച്ച് മജ്ലിസുകൾ ഉണ്ടാക്കി അവിടെ ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്ന് റാത്തീബും കുത്തുബിയത്തുമൊക്കെ നടത്തി അങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ചില ആളുകൾ അവരിന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ ഇകഴ്ത്തി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ പേരിദോഷമുണ്ടാകുന്നത് മഹാന്മാരായ സാദാത്യങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ, അറിവുള്ള പണ്ഡിതന്മാർ, അവർ പരിശുദ്ധ ഖുർആൻ ഓതി മന്ത്രിച്ച്, അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിൽ വന്നിട്ടുള്ള ദിക്റുകൾ ചൊല്ലി മന്ത്രിക്കുന്ന ചില ഉസ്താദന്മാരും സയ്യിദന്മാരും ഒക്കെ ഉണ്ട്. അവരെ കൂടെ അപഹാസ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരം പടുജാഹിലീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ വിഷയത്തിൽ മഹല്ലു ജമാഅത്തുകളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും വളരെയധികം ജാഗ്രത പുലർത്തണം. ഇവരിലൂടെ ഒരുപാട് ജനങ്ങൾ ഒരുപാട് തെറ്റായ രീതിയിലേക്ക് പരിശുദ്ധ ഇസ്ലാമിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പിന്നിൽ കൂടുന്നവർ പലപ്പോഴും കണ്ടുപോകുന്നത് 2, 3, 4 മോതിരങ്ങൾ കൈകളിൽ ധരിച്ച് വലിയ വലിയ വളകളൊക്കെ കയ്യിലിട്ട് അങ്ങനെ മോശമായ രൂപത്തിൽ അവർ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൽ മോതിരം ധരിക്കൽ പുരുഷന്മാർക്ക് സുന്നത്ത്, വെള്ളി മോതിരം ധരിക്കൽ സുന്നത്തുണ്ട്. അത് വലത് കൈയിലെ ചെറുവിരലിൽ ഒരു മോതിരം ധരിക്കലാണ് സുന്നത്ത്. ഇന്ന് ഇത്തരത്തിലുള്ള കള്ള സിദ്ധന്മാരെ കണ്ടുവരുന്നത് 2, 3 മോതിരങ്ങൾ ധരിച്ച്. ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷകന്മാരെ മുസ്ലിം സമുദായം തിരിച്ചറിയണം. ജമാഅത്ത് കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിക്കണം. പണ്ഡിതന്മാർ അവർക്കെതിരിൽ ഉണർന്നു പ്രവർത്തിച്ച് അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണം. അവർ ഈ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്സത്തിനെ കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മോശക്കാരിൽ നിന്നും നമ്മുടെ സമൂഹത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.